ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏപ്രിൽ 10 ലോക ഹോമിയോ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോമിയോപ്പറ്റിയും അതിൻ്റെ ഹോമിയോ ചികിത്സയെപ്പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഹോമിയോപ്പതി റിസർച്ച് സെൻറ്റർ കേരള മുൻ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ വിനോദ് ജോസഫാണ്. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ദിനത്തിനെ പറ്റിയും അത് ഹോമിയോ പറ്റിയും ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഒന്ന് പ്രേക്ഷകർക്ക്. ആദ്യമേ തന്നെ നമ്മുടെ കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ്റെ ലോക ഹോമിയോപ്പതി ദിന ആശംസകൾ നേരുന്നു. ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനത്തെയാണ് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു പ്രസക്തി ഇന്ത്യൻ ഹോമിയോപ്പതിക് അസോസിയേഷൻ വളരെയധികം തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആണ് ഈ വർഷം ഈ പരിപാടി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്പർശം 2025 എന്ന പേരിൽ വാർദ്ധക്യത്തെ നന്നായി ആരോഗ്യത്തോടെ ഹോമിയോപ്പതിയിലൂടെ സമീപിക്കുക എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഈ വർഷം നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. നമ്മുടെ വയോജനങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം സമ്മാനിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി വയോജനങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ അതിന് സജ്ജമാക്കത്തക്ക രീതിയിലുള്ള എല്ലാവിധ പ്രചരണ പരിപാടികളും അസോസിയേഷൻ ഈ ഒരു അവസരത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഈ ഒരു വർഷം കടക്കുകയുമാണ്. ഡോക്ടർ, ഈ ഒരു ഹോമിയോപ്പതി ചികിത്സ അതിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളമാണ്? മാറുന്ന ലോക സാഹചര്യത്തിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാറുന്ന ആരോഗ്യ അവസ്ഥ എന്ന് പറയുമ്പോൾ ലോകം വളരെയേറെ പുതുമകളോടുകൂടിയ അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വളരെയധികം പാടുപെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ ഒരു വലിയ മഹാമാരിയായ കോവിഡിൽ കൂടി കടന്നുപോയി. അതിലേറെ പേടിക്കേണ്ടിയിരുന്ന ഒരു നിപ്പയിൽ നിന്ന് എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പാഠമെന്ന് പറയുന്നത് ചികിത്സയ്ക്ക് വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. അതായത് ഒരു വ്യക്തിയെ ഒരു മരുന്ന് കൊടുത്തിട്ട് ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടുമ്പോൾ അതേ മരുന്ന് കൊണ്ട് അതേ രോഗത്തിന് മറ്റൊരാളിൽ സൗഖ്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു വിചിത്രമായ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴാണ് രോഗിയെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്ന ചിന്തയിലേക്ക് ലോകത്തെ ആരോഗ്യരംഗം കടന്നു വരുന്നത്. അതായത് ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിനിൽ എത്താമെന്നുള്ളതാണ്. അതായത് വ്യക്തിയാധിഷ്ഠിത ചികിത്സ. അങ്ങനെ വ്യക്തിയാധിഷ്ഠിത ചികിത്സ അന്വേഷിക്കുന്ന ലോകത്തിന് മുമ്പിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ളത് ഈ നാൾ വരെയും ടെസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിയാധിഷ്ഠിത ചികിത്സ എന്ന് നമ്മൾ പറയുന്ന ഹോമിയോപ്പതി തന്നെയാണ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ഈ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ രീതി അത് എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം പലർക്കും ഹോമിയോ മരുന്ന് കഴിക്കുക ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചെറിയ കുട്ടികളടക്കം ഹോമിയോയിൽ പെട്ടെന്ന് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം മരുന്ന് കഴിക്കുക എന്ന്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതി അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മനുഷ്യൻ്റെ, അതായത് രോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തി അതിലൂടെ അയാൾ നേരിടുന്ന രോഗാവസ്ഥകളെ തരണം ചെയ്തെടുക്കുക എന്ന വളരെ ലളിതമായ ഒരു ഉത്തരമാണ് എന്താണ് ഹോമിയോപ്പതി എന്നും എന്താണ് ഹോമിയോപ്പതി ചെയ്യുന്നത് എന്ന ചോദ്യത്തിൻ്റെയും ഉത്തരം. അതായത് കുറച്ചും കൂടി ഒന്ന് വിശദമാക്കിയാൽ നമ്മളെല്ലാവരും രോഗാവസ്ഥയിൽ നമ്മൾ ആ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട്, അത് ബാക്ടീരിയ കൊണ്ടാവട്ടെ, വൈറസ് കൊണ്ടാവട്ടെ, സാമൂഹികമായ ഒരു സ്ട്രെസ്സ് കൊണ്ടാവട്ടെ, ഏത് വിധേനയും ഉണ്ടാവുന്ന രോഗാവസ്ഥകളെ നമ്മൾ സമീപിക്കുന്നത് അതിനെതിരെ പ്രതികരിക്കുന്ന രീതികൾ കൊണ്ടാണ്, അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ലക്ഷണങ്ങൾ കൊണ്ടാണ്. അപ്പം ഓരോരുത്തരുടെയും രോഗപ്രതിരോധ ശേഷിയുടെ തോതനുസരിച്ചിട്ടാണ് ഈ പ്രതിരോധം അവർ തീർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പ്രതിരോധം ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരാൾക്ക് രോഗമുക്തി നേടുവാൻ പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്തവരെ
അതിന് പ്രാപ്തരാക്കുന്ന അതേ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് അതിന് പ്രാപ്തരാക്കി എടുക്കുക എന്നതാണ് ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നത്. അതായത് രോഗമുക്തിക്ക് രോഗം ഉള്ള അവസ്ഥയിൽ ഉണ്ടായി വരുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് അതേ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മരുന്ന് കൊടുത്തുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ട് മരുന്നുകൾ കൊടുത്തുകൊണ്ട് ആ രോഗിയെ ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ ഹോമിയോപ്പതി ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രീതികളിൽ നിന്നും നമ്മുടെ ഹോമിയോപ്പതി അത് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അതിൻ്റെ എങ്ങനെയൊക്കെയാണത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇതര ചികിത്സാശാസ്ത്രം ഏതാണ്ട് രോഗത്തെയാണ് സമീപിക്കുന്നത്. അതായത് രോഗത്തിൻ്റെ പേര് ഒരു ഉദാഹരണം പറഞ്ഞാൽ മൈഗ്രെയിൻ ഉള്ള എല്ലാ രോഗികളെയും സമീപിക്കുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ്. അതായത് ഒരേ ഔഷധം ഉപയോഗിച്ചിട്ടാണ് മൈഗ്രെയിൻ എല്ലാവരും ചികിത്സിക്കുന്നത്. എന്നാൽ ഹോമിയോപ്പതി മൈഗ്രെയിൻ ചികിത്സയെ സമീപിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ്, അതായത് വ്യത്യസ്തമായിട്ടാണ്. അതായത് ഒരു രോഗിക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നത് വലതുവശത്താണ് എങ്കിൽ വേറൊരു രോഗിക്ക് എപ്പോഴും തലവേദന വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്താണ് എങ്കിൽ ഇത് രണ്ടും ഹോമിയോപ്പതി ഒരു വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്ത മരുന്നുകളിലേക്കുള്ള ഒരു അടയാളങ്ങളാണ്. അപ്പോൾ വ്യക്തിയെ വ്യക്തിയാധിഷ്ഠിത പ്രത്യേകതകൾ കൊണ്ട് വിലയിരുത്തി അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു മരുന്നിലേക്ക് അല്ലെങ്കിൽ ആ ചികിത്സയിലേക്ക് എത്തിപ്പെടുക എന്നതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് രോഗിയാധിഷ്ഠിതമാണ് ഹോമിയോപ്പതിയുടെ അപ്രോച്ച്, രോഗാധിഷ്ഠിതമല്ല. ഇതാണ് കാതലായ വ്യത്യാസം. പിന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ തോത്, മരുന്നുകളുടെ ആവർത്തനം, ഇവയിലൊക്കെയും ഹോമിയോപ്പതി മറ്റ് ചികിത്സാശാസ്ത്രങ്ങളെ മായിട്ട് ഏറെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ഗംഗാധരനാണ്. ഗംഗാധരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ. ഹലോ, കേൾക്കാം സാർ, പറഞ്ഞു. എനിക്ക് ഡോക്ടറെ 18 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ടേ. അപ്പൊ സ്ട്രോക്കിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ പിന്നെ ഹോമിയോപ്പതിയിൽ കിട്ടുമോ? ഓക്കെ, ഞാനതിന് ഉത്തരം പറയാം. അതായത് അങ്ങേക്ക് സ്ട്രോക്കിനുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിക് ടേം അല്ലെങ്കിൽ രോഗത്തിൻ്റെ പേര് മാത്രമാണ്. ആ രോഗം അങ്ങയിൽ ഉണ്ടാക്കിയിട്ടുള്ള രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വിശദമായി വിലയിരുത്തി നല്ല രീതിയിൽ ഒരു ഹോമിയോപ്പതി ഔഷധം തിരഞ്ഞെടുത്താൽ അങ്ങ് ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് ഒരുപക്ഷെ കവറപ്പ് ചെയ്ത് പോകാനായിട്ടോ അത് മുൻപോട്ട് പോയി കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത അവസ്ഥയിൽ എത്തിച്ചേരാനോ തീർച്ചയായിട്ടും ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സാധിക്കും. ശരി ഡോക്ടർ, ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എനിക്ക് എന്റെ അരയ്ക്ക് താഴെ ബാലൻസ് വളരെ കുറവാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്റെ വായില് നാവിന്റെ ചോട്ടില് കോട് എന്ന് പറയുന്നത്, ഞങ്ങള് മലപ്പുറം ജില്ലക്കാര്, കോട്ടില് നേരിയ അരുമ്പ് മാതിരിയുള്ള ബോൾസ് ഇങ്ങനെ ഒരു നല്ലോണം ഒരു ഇഞ്ചോളം നീളത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും മരുന്ന് ഹോമിയോ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഈ അങ്ങയുടെ നാഡീഞരമ്പുകളെ ബലപ്പെടുത്തുക എന്നത് എത്രമാത്രം സാധ്യമാണ് എന്നത് നിലവിലുള്ള അവസ്ഥയെ നല്ലപോലെ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വായിലുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകളെ തീർച്ചയായിട്ടും ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പല രോഗങ്ങളുണ്ട്, പല സാങ്കേതിക വിദ്യകളും ഒക്കെ നമ്മുടെ ആരോഗ്യരംഗത്ത് ദിനം പ്രതി പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹോമിയോപ്പതിയിലെ നൂതന സാങ്കേതിക ചികിത്സാ രീതികൾ അത് എന്തൊക്കെയാണ്? അങ്ങ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടെക്നീക്സ് ഒക്കെ ഉദ്ദേശിച്ചാണ് ആ ചോദ്യം വന്നതെന്ന് തോന്നുന്നു. ഒരു രോഗം എന്താണെന്ന് നിർണ്ണയിക്കാനുള്ള സങ്കേതങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ചികിത്സാശാസ്ത്രത്തിനും ഒരുപോലെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രോഗനിർണയം നടത്താനുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ രോഗനിർണയം നടത്താനുള്ള സങ്കേതങ്ങളാണവ. അപ്പം അതെന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു രോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ആ രോഗിക്ക് ആ രോഗം എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലേക്ക് നാളെ പോകാമെന്നും അത് എന്തൊക്കെയാണ് തടയിടേണ്ടതെന്നും അല്ലെങ്കിൽ ഒരു ഔഷധ സേവ നടത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പിന്നീട് ഉണ്ടാവേണ്ടതെന്നും നിർണ്ണയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് ഇവയൊക്കെ.
അപ്പം അതിനെ ആ രീതിയിൽ മാത്രമാണ് എല്ലാ വൈദ്യശാസ്ത്രവും സമീപിക്കുന്നത്. ചികിത്സ എന്ന് പറയുന്നിടത്ത് ചികിത്സ നിർണ്ണയിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ മറ്റ് ചികിത്സാശാസ്ത്രത്തിൽ നിന്നും ഹോമിയോപ്പതിക്ക് വ്യത്യസ്തമാണ്. എന്നാൽ ഹോമിയോപ്പതി ഇത്തരം സങ്കേതങ്ങളെ എല്ലാം നല്ലപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്, എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ചികിത്സാ വിധി നിർണ്ണയിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചികിത്സ അത് കാലതാമസം, അത് രോഗം മാറി വരാൻ ഒരു കാലതാമസം എടുക്കുമെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലെത്രത്തോളം കാര്യമുണ്ട്? അത് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗിയുടെ രോഗാവസ്ഥയുടെ കാഠിന്യവും രോഗിയുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയും അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ലെവൽ ഓഫ് ഹെൽത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ എത്രമാത്രം ആരോഗ്യത്തോടെയാണ് ആ രോഗി നമ്മുടെ മുമ്പിൽ എത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് കാലതാമസം ഇരിക്കുന്നത്. അല്ലാതെ രോഗത്തിൻ്റെ പേരോ വലിപ്പമോ അല്ല. ഒരുപക്ഷെ ഇപ്പം നമ്മളിപ്പം ആസ്തമ പോലെയുള്ള ഒരു അസുഖമാണെന്ന് വിചാരിക്കുക. ആസ്തമ പോലെ ഉള്ള ഒരു 18 or 20 വർഷം കൊണ്ടുണ്ടായ ഒരു അസുഖത്തെ നമുക്ക് ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് മാറുന്നത് പതിയെ പതിയെ ആസ്തമ വരുന്ന പ്രാവശ്യം കുറഞ്ഞ്, തീവ്രത കുറഞ്ഞ്, പിന്നീട് ആസ്തമ വരാൻ അല്ലെങ്കിൽ ആസ്തമ രൂപപ്പെടുന്ന സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ പോലും ആ വ്യക്തിക്ക് ആസ്തമ വരാതെ മാറി അങ്ങനെയാണ് മാറുക. അപ്പം ഇങ്ങനെ ഉള്ള മാറ്റത്തിനെ ഒരു സ്ലോ പ്രോസസ്സായിട്ട് കാണാൻ പാടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ശരി ഡോക്ടർ, അപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശശിധരനാണ്. ശശിധരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. കോൾ കട്ടായിരിക്കുകയാണ് ഡോക്ടർ. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഡോക്ടർ, നമ്മുടെ കുട്ടികളിൽ ഹോമിയോപ്പതിയുടെ ചികിത്സാ രീതി അതെന്തൊക്കെയാണ്? എങ്ങനെയാണ് അവരിൽ ഇതൊരു ഫലപ്രദമായി കണ്ടുവരുന്നത്? അങ്ങ് പറഞ്ഞതുപോലെ ഏറെ കുട്ടികളുടെ ചികിത്സയായിട്ടാണ് ആളുകൾ ഒരുപക്ഷെ ഹോമിയോപ്പതിയെ വിലയിരുത്തുന്നത്. വളരെ ഫലപ്രദമായ ഇടപെടൽ ഹോമിയോപ്പതിക്ക് കുട്ടികളുടെ ആരോഗ്യരംഗത്ത് നടത്താൻ സാധിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടായത് തന്നെ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ചികിത്സ എന്ന് പറയുന്നത് ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പലപ്പോഴും ഞങ്ങളൊക്കെ ക്ലിനിക്കുകളിൽ കാണുന്നത് വീണ്ടും അസുഖങ്ങൾ വരുന്നു, ഡോക്ടറെ ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഇനി ആ മരുന്ന് കൊടുക്കാൻ വയ്യ, ഇനി എങ്ങനെയാണ് ഇതിൽ കൂടുതൽ മരുന്ന് കൊടുക്കുക, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഇത്തരം അവസ്ഥകളെ വളരെ ഫലപ്രദമായിട്ട് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് നേരിടാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ലോകം പുതിയ വൈറസുകളിലേക്കും പുതിയ അസുഖങ്ങളിലേക്കും കടക്കുമ്പോൾ അതിനെയൊക്കെ ഫലപ്രദമായി നേരിടാനുള്ള ഔഷധങ്ങളിലേക്ക് മറ്റ് ചികിത്സകർ എത്തുന്നതേ ഉള്ളൂ. എന്നാൽ ലക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ട്, വ്യക്തിഗത പ്രത്യേകതകൾ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാശാസ്ത്രം എന്ന നിലയിൽ ഹോമിയോപ്പതിക്ക് വളരെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷിയുള്ളത് കൊണ്ട് വളരെ ഫലപ്രദമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരം അസുഖങ്ങളെ തടഞ്ഞു നിർത്തി അതിൻ്റെ ആവർത്തനം ഒഴിവാക്കിക്കൊണ്ട് വളരെ ഫലപ്രദമായിട്ട് തന്നെ അതിനെ ഒരുപക്ഷെ ഇല്ലാതാക്കി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. വളരെയേറെ കഷ്ടപ്പെടുന്ന അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന അസുഖങ്ങളുണ്ട്. റിക്കറൻറ്റ് ടോൺസിലൈറ്റിസ്, അഡിനോയിഡ്സിൻ്റെ കംപ്ലയിൻസ്, അല്ലെങ്കിൽ പാലത്തിൻ്റെ വളവാണ് അതുകൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത് എന്ന രീതിയിലുള്ള ഒരുപക്ഷെ പലപ്പോഴും സർജിക്കൽ എന്ന് വിധി എഴുതുന്ന അസുഖങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തെ ഒരു മരുന്ന് പ്രയോഗം കൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ ശാശ്വതമായി പരിഹരിക്കാനായിട്ട് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ ചികിത്സാനുഭവം. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശശിധരനാണ്. ശശിധരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം. ഡോക്ടർ പറഞ്ഞത് ശശിധരൻ, TV ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഡോക്ടറെ, എന്തോ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് തലവേദനയായിട്ട് 1.5 വർഷത്തോളമായി. ഈ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഞാൻ ന്യൂറോളജിസ്റ്റിനെയൊക്കെ കണ്ട് ഇംഗ്ലീഷ് മരുന്നൊക്കെ ഒത്തിരി കഴിച്ചു, CT സ്കാനൊക്കെ എടുത്ത്, എന്നിട്ട് ഒരു കുറവുമില്ല. ഇപ്പൊ ഞാൻ ഹോമിയോപ്പതി നോക്കിയിരിക്കും. ഹോമിയോപ്പതിയാണ്. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. 1.5 വർഷത്തോളമായി. തീർച്ചയായിട്ടും അങ്ങ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ സ്ഥിതിക്ക് തലച്ചോറുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല
അതിന് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയാണ് വേണ്ടത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ ഹോമിയോപ്പതി മരുന്നുകളുടെ പ്രയോഗം കൊണ്ട് അങ്ങേക്ക് പൂർണ്ണ മുക്തി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടറോട് ചോദിക്കുക, അവിടെ നിന്ന് ഒരു സൗഖ്യം ലഭിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഹോമിയോ ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധനകൾക്ക് വിധേയരായി, അതായത് ഹോമിയോപ്പതിക്ക് വേണ്ടുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകി, അതായത് വ്യക്തിഗത പ്രത്യേകതകളെന്നാണ് ഞങ്ങളതിനെ വിളിക്കുക, പെക്യൂലിയർ സിംറ്റംസ്, അങ്ങനത്തെ ലക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഡോക്ടറെ സഹായിച്ചാൽ നിങ്ങളുടെ രോഗം എന്തായാലും 100% ഭേദമാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇത്രയും നാളത്തെ ഒരു ചികിത്സാനുഭവമുള്ള വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്നും ശിവരാമനാണ്. ശിവരാമൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ എനിക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ചികിത്സ അലോപ്പതി നടത്തി അതിന്റെ ഒരു സർജറി കഴിഞ്ഞു. ആ സർജറിക്ക് ശേഷം അത് പിന്നീടും അത് മൂത്രത്തിന് പ്രശ്നമായി പോകാതെയായി. പിന്നെ ഞാൻ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ സമീപിച്ചു. അപ്പോ അവിടെ പോയി നോക്കി ടെസ്റ്റൊക്കെ നടത്തിയപ്പോ അത് സ്ട്രക്ചർ യൂറിത്രയിലേക്ക് മാറിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മൂത്രനാളി ചുരുങ്ങുന്നതായിട്ട് എക്സ്റേയിലൂടെ കാണിച്ചു തന്നു. അപ്പൊ അതിനിപ്പോ അവർ പറഞ്ഞത് സ്ഥിരമായ മരുന്നില്ല, ഇത് നിങ്ങൾ ഒരു 6 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഡയലേഷൻ നടത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്വേഷിച്ചിട്ട് അവസാനം ഹോമിയോ ഡോക്ടറെ ഒന്ന് സമീപിച്ചു, പാലക്കാടുള്ള ഒരു ഡോക്ടറെ സമീപിച്ചു. അപ്പൊ ആ ഡോക്ടർ അത് പിന്നെ മരുന്ന് നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. കഴിഞ്ഞ 6-8 മാസമായി ഹോമിയോപ്പതിയിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. 2 തരം മരുന്നിന്റെ പേര് എനിക്കറിയാം, 2 തരം മരുന്നിന്റെ പേര് അറിയില്ല. അതായത് ക്ലിമാറ്റീസ് പറഞ്ഞൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, അതുപോലെ സ്റ്റിക്മാറ്റ എന്ന് പറഞ്ഞ മരുന്ന് തരുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്. 2 മരുന്ന് ഡോക്ടർ നേരിട്ട് തന്ന ഒരു തുള്ളി മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്ഥിരമായി ഇത് കഴിച്ചാൽ ഗുണം കിട്ടുമോ മാറിക്കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, അങ്ങ് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ പേര് കേട്ടു, അതെനിക്ക് മനസ്സിലായി. 8 മാസമായിട്ട് ഒരേ മരുന്ന് കഴിച്ചിട്ട് അങ്ങേക്ക് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസം ഇല്ല എന്ന് ഞാൻ പറയാം. വ്യത്യാസമുണ്ട്. അതായത് 6 ആഴ്ച കൂടുമ്പോൾ ഡയലേഷൻ വേണമെന്നാണ് അലോപ്പതി ഡോക്ടർ നിർദ്ദേശിച്ചത്. ആ ഡയലേഷൻ ഞാൻ 45 ദിവസം കൂടുമ്പോൾ നടത്തിയിട്ടില്ല. ഇപ്പൊ ഒരു 4 മാസം ഞാൻ ഗ്യാപ്പിട്ടിട്ടുണ്ട്. വലിയ പ്രശ്നമില്ലാണ്ട് ഈ മൂത്രം പോകുന്നുണ്ട്. ഓക്കെ. അങ്ങനെയെങ്കിൽ അത് അങ്ങേക്ക് നല്ലവണ്ണം ഫലപ്രദമാകുന്നു എന്ന് തന്നെയല്ലേ അതിനർത്ഥം? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ ചികിത്സ തുടരുക. അത് ഫലപ്രദം എനിക്ക് ഫലമുണ്ട്. എനിക്ക് ഇവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ച പോലെ ഇത് സ്ഥിരമായി ഇത് ഈ സ്ട്രക്ചർ യൂറിത്ര മാറിക്കിട്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇത്തരം അവസ്ഥകൾക്ക് സമയമെടുക്കും. ക്ഷമയോടെ മരുന്ന് ഫലപ്രദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങ് ഒരു വിധത്തിലും നിരാശനാവാതെ തീർച്ചയായിട്ടും ചികിത്സ തുടരുക. എന്തായാലും നല്ലതുപോലെ മാറും കേട്ടോ. പിന്നെ ഈ മരുന്ന് കണ്ടിന്യൂ ആയി കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഡോക്ടർ അതിനനുസരിച്ചിട്ടുള്ള ഒരു തോതിൽ മാത്രമേ ആ മരുന്ന് നിങ്ങൾക്ക് തരുകയുള്ളൂ. ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, പ്രേക്ഷകൻ ചോദിച്ചു വെച്ച ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാനും കടക്കുന്നത്. ഈ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? എന്തെങ്കിലും ഡിമെറിറ്റ്സ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹോമിയോപ്പതി മരുന്നുകൾക്ക് ഇല്ല എന്നതാണ് നമ്മൾ ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. എന്നാൽ ഹോമിയോപ്പതി മരുന്ന് ഏത് ചികിത്സയും അതിൻ്റെ ശരിയായ രീതിയിൽ എടുക്കുമ്പോഴാണ് അത് ഏറ്റവും ഫലപ്രദമായിട്ട് രോഗികൾക്ക് ഉപകാരപ്രദമായി തീരുന്നത്. വികലമായ രീതിയിൽ ഏത് ചികിത്സ ചെയ്താലും അതിന് ദോഷഫലങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ ഡോക്ടർക്ക് മേൽനോട്ടം വഹിച്ച് അതിന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി കൊടുക്കുവാനുള്ള ശേഷിയുള്ള ഒരു ഡോക്ടർക്ക് അതിനെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു വിധത്തിലും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിവുള്ളവയല്ല. ഡോക്ടർ, അത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലും പഥ്യങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും പിന്നെ കൊടുക്കുന്ന ഔഷധങ്ങൾക്ക് അനുസരിച്ചിട്ടുമാണ് പഥ്യങ്ങൾ തീരുമാനിക്കപ്പെടുക. പൊതുവെ പറയുന്ന ഒരു കാര്യം കോഫി ഒഴിവാക്കുക എന്നുള്ളതാണ്. എൻ്റെ ചികിത്സാനുഭവത്തിലും മനസ്സിലാക്കിയിട്ടുള്ളത് ചില മരുന്നുകൾ അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകളെങ്കിലും എല്ലാവരിലുമല്ല ചിലരിലെങ്കിലും കാപ്പി ഒരു ആൻറ്റിഡോട്ടായിട്ട് അല്ലെങ്കിൽ അത് മരുന്നിൻ്റെ ഫലപ്രാപ്തിയെ തടയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ
പക്ഷേ അത് തീർച്ചയായിട്ടും നിർണ്ണയിക്കപ്പെടുക ഓരോ രോഗിയുടെയും രോഗത്തിനും കൊടുക്കുന്ന ഔഷധങ്ങൾക്കും അനുസരിച്ചിട്ടാണ്. അത് അപ്പോൾ മാത്രമേ അതിനെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജനറലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പറയാവുന്ന ഒരേ ഒരു കാര്യം കോഫി ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കാപ്പി. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ചെറുപ്പുളശ്ശേരിയിൽ നിന്നുമാണ്. പ്രേക്ഷകൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എനിക്ക് മിട്രൽ വാൾവ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞ ഒരു അസുഖമുള്ളത് ഹാർട്ടിന്റെ. അപ്പൊ അതിന് ഇംഗ്ലീഷ് മെഡിസിൻ ആണ് കഴിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ ഇപ്പോ അത് വാൾവിനകത്ത് ചെറിയൊരു ലീക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പോ മെഡിസിൻ ഒന്നും വേണ്ട എന്ന് പറയുന്നത്. അപ്പൊ ലീക്ക് വരുവാന്നുണ്ടെങ്കിൽ വാൾവിന്റെ ഭിത്തികൾക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് വല്ലതും ഉണ്ടാവും? ഓക്കെ, ഹൃദയത്തിൻ്റെ ഭിത്തികളെ ശക്തിപ്പെടുത്തുവാനുള്ള ഔഷധങ്ങൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. അത് എടുത്താൽ അതിന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇത് പറയേണ്ടത് എപ്പോഴും ഈ ഒരു അസുഖത്തിൻ്റെ പേര് വെച്ചിട്ടല്ല നമ്മൾ ഔഷധം നിർണ്ണയിക്കുന്നത്. മൈട്രൽ വാൽവ് പ്രൊലാപ്സ് ഉള്ള ഒരു രോഗിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മറ്റ് ലക്ഷണങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ, ഇത്തരം എല്ലാ കാര്യങ്ങളും ചികിത്സിക്കുന്ന ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അങ്ങയുടെ ആകമാന ആരോഗ്യം അല്ലെങ്കിൽ അടിസ്ഥാന ആരോഗ്യം മെച്ചപ്പെടുന്നതിലൂടെ ഇത്തരം രോഗാവസ്ഥകളെ വളരെ ഫലപ്രദമായിട്ട് അഡ്രസ്സ് ചെയ്യാനും ഭാവിയിലേക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാനും അങ്ങേക്ക് സഹായിക്കും എന്നതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിലുള്ളൊരു പങ്ക്, രോഗം മാറാനുള്ള ഒരു കാര്യങ്ങൾ, അത് എത്രത്തോളമാണ്? എന്തൊക്കെ ചികിത്സാ രീതികളാണുള്ളത്? ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. കാരണം ആനുകാലിക പ്രസക്തിയുള്ളതാണ്. വളരെയധികം ആളുകൾ, അതായത് ജീവിതശൈലി രോഗങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെ ഹോമിയോപ്പതി എങ്ങനെ സമീപിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏതൊരു രോഗിയും വൺസ് ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുന്നയാൾ ചെയ്തു തീർക്കാനുള്ള മിനിമം കാര്യങ്ങളുണ്ട്. അതായത് അയാളുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അതിനോടൊപ്പം ഹോമിയോപ്പതി മരുന്നുകൾ കൂടി അല്ലെങ്കിൽ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൂടി ചികിത്സ കൂടി സ്വീകരിക്കുമ്പോൾ വളരെ ഫലപ്രദമായി അതിനെ തടയാനും നേരിടാനും സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു സംശയമുണ്ടാവാൻ ചാൻസ് ഉള്ളത് മറ്റ് മരുന്നുകൾ, അതായത് ഇംഗ്ലീഷ് മരുന്നുകളോ അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകളോ കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്. അലോപ്പതി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്ന ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, ഇവയെയൊക്കെ ഫലപ്രദമായി തടയിടാനായിട്ട് ശരിക്കുമുള്ള ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ആ മരുന്നുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കണം എന്ന അർത്ഥത്തിലല്ല. ആ മരുന്നുകൾ ചെയ്യുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹോമിയോപ്പതി അടിസ്ഥാനപരമായി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അടിസ്ഥാന ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി ഔഷധങ്ങൾ കൂടി ഇതിനോടൊപ്പം സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം ചിന്തിച്ചാൽ അതിൻ്റെ ഫലം വളരെ 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 വലുതായിരിക്കും. കാരണം ഒരു സങ്കര ചികിത്സ എന്നതിനെ ഒരിക്കലും വിളിക്കരുത്. ഒരു കോ എക്സിസ്റ്റൻസ് ആണ് ഇത് എന്ന് പറയുന്നത്. അതായത് രണ്ട് ചികിത്സയ്ക്കും രണ്ട് രീതിയിലുള്ള പ്രയോജനങ്ങളാണ് കൊടുക്കാനായിട്ട് ശരീരത്തിന് സാധിക്കുക. അപ്പം ഹോമിയോപ്പതി മരുന്നുകൾ ചെയ്യുന്നത് അടിസ്ഥാനാരോഗ്യം മെച്ചപ്പെടുത്തി അദ്ദേഹത്തെ ഈ പ്രസ്തുത രോഗത്തെ ഫൈറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ പര്യാപ്തമാക്കുകയും എന്നാൽ രോഗാവസ്ഥ അടുത്ത കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കുവാനുള്ള സങ്കേതങ്ങൾ ഒരുപക്ഷെ മോഡേൺ മെഡിസിനിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും ഇത് രണ്ടും ആത്യന്തികമായിട്ട് രോഗിക്ക് ബെനഫിഷ്യലായിട്ടാണ് വരിക. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ ഒരു എന്താ പറയുക, സംയോജിത ചികിത്സയിലൂടെ തന്നെ നേരിടണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഹോമിയോപ്പതി ചികിത്സാ രീതിയെക്കുറിച്ചും ഹോമിയോപ്പതിയെക്കുറിച്ചുമാണ് കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി കൂടുതൽ ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത് ഇന്ത്യൻ ഹോമിയോപ്പതിക് റിസർച്ച് സെൻറ്റർ കേരളയുടെ മുൻ ഡയറക്ടറും അതുപോലെ തന്നെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കമ്മിറ്റി മെമ്പർ കൂടിയായ ഡോക്ടർ വിനോദ് ജോസഫാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.